ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദി കേരള നൈറ്റിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ നമ്മൾ ആദ്യം ഒരു ചെസ് പൊസിഷനാണ് നോക്കാൻ പോകുന്നത്. ശേഷം അതിൻ്റെ കംപ്ലീറ്റ് ഗെയിം അനലൈസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഞാൻ കളിക്കുന്നത് വൈറ്റാണ്. വൈറ്റിൻ്റെ നെക്സ്റ്റ് ഒരു ഗുഡ് മൂവ് എന്തായിരിക്കും, ഒരു ബ്രില്യൻ മൂവ് എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കളിച്ച് കഴിഞ്ഞാൽ വൈറ്റിന് നമ്മുടെ പൊസിഷനിൽ അപ്പ് കിട്ടണം. സോ ഒരു ചെക്ക്മേറ്റ് ആവണമെന്നില്ല. എന്നത്തെയും പോലെ നമ്മൾ പൊസിഷനിലൊരു അപ്പ് ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആകും അത്. സോ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് ആ ഒരു മൂവ് കണ്ടുപിടിക്കുക. ഓക്കെ വൺ. സോ എല്ലാവരും ആ മൂവ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്, വീഡിയോ പോസ് ചെയ്തിട്ട്. സോ ഇനി നമുക്ക് ആ ഗെയിം കണ്ടു നോക്കാം. 1900 തുടക്കത്തിൽ നടന്ന ഒരു ഗെയിമായിരുന്നു. അലക്സാണ്ടർ ആലിക്കനാണ് വൈറ്റ് കളിക്കുന്നത്. സോ നമുക്കത് കണ്ടു നോക്കാം. ഫസ്റ്റ് D4 ആണ്, അത് ക്യൂൻ പോൺ ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then D5, C4. സോ ഇവിടെ NC6 ആണ് കളിക്കുന്നത്. ദെൻ ഇവിടെ അത് പോൺ അക്സെപ്റ്റ് ചെയ്യണം, ബ്ലാക്ക് പോൺ അക്സെപ്റ്റ് ചെയ്യണം വൈറ്റ്. ദെൻ അത് ക്യൂൻ ക്യാപ്ചർ ചെയ്തു. സോ ഇവിടെ നമുക്കാണ് D4 പോൺ അറ്റാക്ഡ് ആണ്, 2 പീസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൈറ്റ് F3 വന്നിട്ടുണ്ട്. സോ ബിഷപ്പ് G4 വെച്ചു. മെയിൻലി നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാനായിരിക്കും. ശേഷം ഈ പോണിലേക്ക് അഗെയിൻ ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട്, D4 പോണിലേക്ക് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ C3, ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നു. ദെൻ ക്യൂൻ F5, ആ നൈറ്റിന്, അതേ നൈറ്റിന്, ഏത് നൈറ്റാണോ അറ്റാക്ക് ചെയ്ത നൈറ്റിനെ പിൻ ചെയ്തു അഗെയിൻസ്റ്റ് കിങ്. ദെൻ ഇവിടെ പോൺ പുഷ് ചെയ്യാണ്. ഓക്കെ, കേസലയാണ്, ക്യൂൻ സൈഡ് കേസലാണ്. ബിക്കോസ് നമുക്ക് കാണാം റൂക്ക് അവിടെ ഈ പോണിനെ പിൻ ചെയ്യുന്നുണ്ട്. D5 പോണിനെ ക്യൂവിനെ അഗെയിൻസ്റ്റ് പിൻ ചെയ്യുന്നുണ്ട്. സോ പോണിന് ഒരിക്കലും നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. സോ ശേഷം ബിഷപ്പ് D2 വെക്കുകയാണ്, അതായത് ആ പിന്നിൽ നിന്ന് നൈറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ അതാകുമ്പോൾ നമുക്ക് ആ പോണിലേക്ക് നൈറ്റിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ബിഷപ്പ് ക്യാപ്ചർ ചെയ്തു, F3 നൈറ്റിനെ ക്യാപ്ചർ ചെയ്തു, E/F3. ഓക്കെ, നോ നൈറ്റ് ഇങ്ങോട്ട് വരികയാണ് B4. ബിക്കോസ് നമുക്കാണ് ഇവിടെ ഓൾറെഡി പോണിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു നൈറ്റിനെതിരെ. സോ അതുകൊണ്ടാണ് നൈറ്റ് മൂവ് ചെയ്തത്. നേരത്തെ പിന്നൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ബിഷപ്പ് വെച്ച് കവർ ചെയ്തുകൊണ്ട്. സോ നൈറ്റിനെ മൂവ് ചെയ്തേ പറ്റൂ. നൈറ്റ് ഇവിടേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് A3 കളിക്കാണ്, ആ നൈറ്റിനെ തന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യാണ്. സോ ദെൻ നൈറ്റ് ആ പോണിനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ നേരത്തെ പൊസിഷൻ. ഇവിടെയാണ് നമ്മൾ ഗെയിം എൻഡ് ചെയ്തത്. ഇനി എന്താണ് വൈറ്റ് കളിക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ആ ബ്രില്യൻ്റ് മൂവ് എന്ന് പറയുന്നത് നൈറ്റ് A4 ആയിരുന്നു. സോ എന്തുകൊണ്ടാണ് ബ്രില്യൻ്റ് മൂവ് എന്ന് വെച്ചാൽ നമുക്കാണ് ബിഷപ്പ് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ക്യൂവിന് എവിടെയൊക്കെ പോകാൻ പറ്റും നമ്മൾ നോക്കുക. നമുക്ക് കാണാം ഈ ക്യൂവിന് A6 പോകാൻ പറ്റില്ല, കാരണം ബിഷപ്പിൻ്റെ അറ്റാക്ക് ഉണ്ട് അവിടെ, വൈറ്റ് ബിഷപ്പിൻ്റെ. B6 പോകാൻ പറ്റില്ല, അഗൈൻ നൈറ്റ് അറ്റാക്ക് ഉണ്ട്. C3 പോകാനേ പറ്റില്ല. പിന്നെ വേറൊരു മൂവ്മെൻറ്റ് പറയുന്നത് B5 അവിടെയും ബിഷപ്പ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അഗൈൻ C5 നൈറ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ നമ്മൾ ക്യൂൻ ട്രാപ്പ് എന്ന് പറയും. സോ ഇതിൻ്റെ ബേസിക്കലി ഈ നൈറ്റാണ് അതിൻ്റെ മെയിൻ റീസണായി വന്നത്. ക്യൂവിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാതെ ഈ നൈറ്റ് ഇവിടെ ബ്ലോക്ക് ചെയ്തു. സോ ഇതൊരു ക്യൂൻ ട്രാപ്പിംഗ് പൊസിഷൻ ആയിരുന്നു ഈ ഗെയിം എന്ന് പറയുന്നത്. സോ ഏകദേശം 10 മൂവിൽ ഈ ഗെയിം എൻഡ് ചെയ്തു. സോ നൈറ്റ് A4 ആയിരുന്നു ആ ബ്രില്യൻറ്റ് മൂവ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.